മണൽക്കാറ്റിലെ നിശബ്ദത. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറ്റമില്ലാത്ത മണൽക്കുന്നുകൾക്കിടയിൽ ഒരൊറ്റപ്പെട്ട ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിന്റെ അതിർത്തിയിലുള്ള ഒരു ചെറിയ കുടിലിൽ ഷംസുദ്ദീൻ എന്നൊരു സൂഫി വര്യൻ താമസിച്ചിരുന്നു. പകൽ മുഴുവൻ പ്രാർത്ഥനയിലും രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കി ധ്യാനത്തിലുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. അദ്ദേഹത്തിന്റെ മുഖത്ത് എപ്പോഴും ഒരു പ്രത്യേക പ്രകാശമുണ്ടായിരുന്നു. അത് കണ്ടാൽ തന്നെ ആരുടെയും മനസ്സിലെ സങ്കടങ്ങൾ അലിഞ്ഞുപോകും. ഒരിക്കൽ ദൂരെയുള്ള ഒരു വലിയ നഗരത്തിൽ നിന്ന് അമീൻ എന്നൊരു യുവാവ് കുതിരപ്പുറത്ത് അവിടെ എത്തി. അമീൻ വലിയൊരു പണ്ഡിതനായിരുന്നു. നൂറുകണക്കിന് പുസ്തകങ്ങൾ അവൻ മനഃപ്പാഠമാക്കിയിരുന്നു. പക്ഷെ അവന്റെ ഉള്ളിൽ സമാധാനമുണ്ടായിരുന്നില്ല. തന്റെ അറിവിൽ അവന് വലിയ അഹങ്കാരമുണ്ടായിരുന്നു. ഷംസുദ്ദീന്റെ മുന്നിൽ വന്നിരുന്ന് അമീൻ പറഞ്ഞു, ഗുരുവേ, ഞാൻ സകല ശാസ്ത്രങ്ങളും പഠിച്ചു. എന്നിട്ടും എന്റെ മനസ്സ് മാത്രം എന്തുകൊണ്ട് ശാന്തമാകുന്നില്ല? എനിക്ക് സത്യം പറഞ്ഞു തരൂ. ഷംസുദ്ദീൻ പതുക്കെ കണ്ണു തുറന്നു. അദ്ദേഹം അമീനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് അടുത്തുള്ള ഒരു ചെറിയ മൺപാത്രം എടുത്തു. അതിൽ നിറയെ തെളിനീരുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മകനെ, നീ ദൂരെ നിന്ന് വന്നതല്ലേ? ആദ്യം ഈ വെള്ളം കുടിച്ച് ദാഹമകറ്റൂ. അമീൻ ആ പാത്രം വാങ്ങാൻ കൈനീട്ടിയപ്പോൾ ഷംസുദ്ദീൻ പെട്ടെന്ന് ആ പാത്രത്തിലേക്ക് ഒരു പീട്ടി ഉപ്പ് വാരിയിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇനി ഇത് കുടിക്കൂ. അമീൻ ആ വെള്ളം കുടിച്ചു. അവന്റെ മുഖം ചുളിഞ്ഞു. ഇതെന്താണ് ഗുരുവേ? ഇതിന് ഭയങ്കര ഉപ്പാണ്. ഇത് കുടിക്കാൻ പറ്റില്ലല്ലോ, അവൻ പരാതിപ്പെട്ടു. ഷംസുദ്ദീൻ അവനെ കൂട്ടിയടുത്തുള്ള ഒരു വലിയ ശുദ്ധജല തടാകത്തിനടുത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ടൊരു പീട്ടി ഉപ്പ് ആ തടാകത്തിലേക്ക് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനി ഈ തടാകത്തിലെ വെള്ളം കുടിക്കൂ. അമീൻ ആ തടാകത്തിലെ വെള്ളം കുടിച്ചു. അത് വളരെ മധുരമുള്ളതായിരുന്നു. ഷംസുദ്ദീൻ ചോദിച്ചു, ഇപ്പോൾ ഉപ്പിന്റെ രുചിയുണ്ടോ? അമീൻ പറഞ്ഞു, ഇല്ല ഗുരുവേ, ഇത് വളരെ സ്വാദുള്ള വെള്ളമാണ്. അപ്പോൾ ഷംസുദ്ദീൻ ശാന്തമായി പറഞ്ഞു, മകനെ, നിന്റെ ഉള്ളിലെ സങ്കടങ്ങളും അഹങ്കാരവും ഈ ഉപ്പ് പോലെയാണ്. നിന്റെ മനസ്സ് ആ ചെറിയ മൺപാത്രം പോലെയാണെങ്കിൽ അല്പം ഉപ്പ് വീണാൽ തന്നെ അത് കഴിക്കും. എന്നാൽ നിന്റെ മനസ്സിനെ ഈ വലിയ തടാകം പോലെ വിശാലമാക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏത് സങ്കടം വന്നാലും നിന്റെ സമാധാനം തകരില്ല. വിനയമാണ് ആ വലിയ തടാകം. ഒരു സൂഫിയുടെ ഒന്നാമത്തെ ഗുണം തന്റെ മനസ്സിനെ ലോകത്തോളം വലുതാക്കുക എന്നതാണ്. അമീൻ ആ വാക്കുകൾ കേട്ട് സ്തംഭിച്ചുപോയി. തന്റെ അറിവ് വെറും അഹങ്കാരമായിരുന്നുവെന്ന് അവൻ ഷംസുദ്ദീന്റെ ശിഷ്യനായി അവിടെ തന്നെ കൂടി. ദിവസങ്ങൾ മാസങ്ങളായി. ഷംസുദ്ദീൻ അവനെ മന്ത്രങ്ങളല്ല പഠിപ്പിച്ചത്, മറിച്ച് സഹജീവികളോടുള്ള കരുണയായിരുന്നു. ഒരിക്കൽ ഗ്രാമത്തിൽ കഠിനമായ വറുതി വന്നു. ആളുകൾ കൊണ്ട് കരഞ്ഞു. ഷംസുദ്ദീന്റെ പക്കൽ ആകെ ഒരു ചെറിയ ചാക്ക് ഗോതമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം അത് മുഴുവൻ എടുത്ത് ഗ്രാമത്തിലെ വിശക്കുന്നവർക്ക് വിതരണം ചെയ്തു. അമീൻ പേടിയോട് ചോദിച്ചു, ഗുരുവേ, നാളത്തേക്ക് നമ്മൾ എന്ത് കഴിക്കും? അങ്ങ് എല്ലാം കൊടുത്തു തീർത്തല്ലോ. ഷംസുദ്ദീൻ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, അമീൻ, ഇന്ന് വിരിയുന്ന പൂവിന് നാളത്തെ വെയിലിനെ കുറിച്ച് പേടിയില്ല. ഇന്ന് പറക്കുന്ന പക്ഷിക്ക് നാളത്തെ ഭക്ഷണത്തെ കുറിച്ച് ആകുലതയില്ല. എല്ലാം നൽകുന്നവൻ ഒരാളുണ്ട്. നാളെയെക്കുറിച്ചുള്ള പേടിയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. തവക്കുൽ എന്നതാണ് ഒരു സൂഫിയുടെ വഴി. നമ്മുടെ പക്കലുള്ളത് മറ്റുള്ളവർക്ക് നൽകുമ്പോൾ നമ്മുടെ ഹൃദയം കൂടുതൽ തെളിച്ചമുള്ളതാകും. അന്ന് രാത്രി അമീൻ ഒരു സ്വപ്നം കണ്ടു.
മരുഭൂമിയിലെ ഓരോ മണൽത്തരിയും ഒരു നക്ഷത്രം പോലെ തിളങ്ങുന്നു. ഷംസുദ്ദീൻ എന്ന ആ വലിയ വെളിച്ചം തന്റെ ഉള്ളിലെ ഇരുട്ടിനെ പൂർണ്ണമായും മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. കാലങ്ങൾക്കു ശേഷം ഷംസുദ്ദീൻ മൺമറഞ്ഞു പോയെങ്കിലും അദ്ദേഹം പഠിപ്പിച്ച ആ സ്നേഹത്തിന്റെ പാഠങ്ങൾ അമീനിലൂടെ ലോകം മുഴുവൻ പടർന്നു. സ്നേഹവും ക്ഷമയും വിനയവുമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അറിവെന്ന് ഗ്രാമവാസികൾ ഇന്നും ഓർക്കുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറാൻ ഷംസുദ്ദീന്റെ ഈ ജീവിതം നമുക്ക് പ്രചോദനമാകട്ടെ. ഇതുപോലുള്ള കൂടുതൽ ആത്മീയ കഥകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. നന്ദി. कृपासखारागे